ഓക്കെ, ഗുഡ് മോർണിംഗ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് കോർപ്പറേറ്റ് ഗവേണൻസിൽ നമുക്ക് അടുത്ത് പറയാനുള്ളത് പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്നൊരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ മീൻസ് communication is the process of exchanging, is the sum total of the exchanging of ideas, informations, messages, etc. from one person to another. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കുള്ള മെസ്സേജുകളുടെയോ ഇൻഫർമേഷൻസിൻ്റെയോ ഐഡിയാസിൻ്റെയോ കൺവേ ചെയ്യലിനെ അല്ലെങ്കിൽ അതിൻ്റെ കൈമാറ്റത്തിനെ അല്ലെങ്കിൽ എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ടേക്കൻ പ്ലേസ് ഇൻ കോർപ്പറേറ്റ് സെക്ടർ. കോർപ്പറേറ്റ് സെക്ടറിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ കമ്പനികളിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സുകളാണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് കോർപ്പറേറ്റുകളിലോ അല്ലെങ്കിൽ കമ്പനികളിലോ നടപ്പിലാക്കുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഷെയർ ഹോൾഡേഴ്സും അതുപോലെ തന്നെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സും കമ്പനി ഡയറക്ടേഴ്സും കമ്പനിയുമായി പ്രവർത്തിക്കുന്ന എല്ലാ തരത്തിലുള്ള വ്യക്തികളും തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ, ഗ്രൂപ്പ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കമ്മ്യൂണിക്കേഷൻ ടേക്കൻ പ്ലേസ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ്സ് ഓർ അസോസിയേഷൻസ് ഇൻ ദ കോർപ്പറേറ്റ് സെക്ടർ. കോർപ്പറേറ്റ് സെക്ടറിലുള്ള ഇൻഡിവിജ്വൽസും ഗ്രൂപ്പ്സും അസോസിയേഷൻസും തമ്മിൽ ടേക്കൻ പ്ലേസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഇൻഫർമേഷൻസ് ഓർ മെസ്സേജസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്കുള്ള ഐഡിയാസിൻ്റെയോ ഇൻഫർമേഷൻസിൻ്റെയോ മെസ്സേജുകളുടെയോ കൈമാറ്റത്തിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സെക്ടറിലുള്ള ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള റിലേഷൻഷിപ്സ്, ഗ്രൂപ്പ്സ് ഓഫ് ഇൻഫർമേഷൻസിൻ്റെ കൈമാറ്റ പ്രക്രിയ എന്നിവയാണ് നമ്മൾ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഓറൽ മീഡിയ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, രണ്ടാമത്തത് ഇലക്ട്രോണിക് മീഡിയ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇലക്ട്രോണിക് മീഡിയ എന്ന് പറഞ്ഞാൽ ബൈ യൂസിങ് ടെലഫോൺസ് ആകാം, വെബിനാർസ് ആകാം, ഇൻ്റർനെറ്റ് ആകാം, കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി ആകാം. ഇലക്ട്രോണിക് മീഡിയയുടെ സഹായത്തോടു കൂടിയും അതുപോലെ തന്നെ ഓറൽ മീഡിയയിൽ കൂടിയും കമ്മ്യൂണിക്കേഷൻ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ടേക്ക് പ്ലേസ് ഇൻ ടു വേസ്, ഐദർ ഇൻ ഓറൽ മീഡിയ ഓർ ഇൻ ഇലക്ട്രോണിക് മീഡിയ. ഓറൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയയിൽ കൂടെ രണ്ട് രീതിയിലും എന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ടേക്ക് പ്ലേസ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ഓറൽ മീഡിയയിൽ കൂടി ആകാം, അതുപോലെ തന്നെ ഇലക്ട്രോണിക് മീഡിയയിൽ കൂടി ആവാം. ഓറൽ മീഡിയയിൽ കൂടി എന്ന് പറഞ്ഞാൽ ത്രൂ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേറ്റ് അനദർ ഇൻഡിവിജ്വൽസ് ബൈ യൂസിങ് ദ ഓറൽ വേർഡ്സ് ഓർ സ്പോക്കൺ വേർഡ്സ്. സ്പോക്കൺ വേർഡ്സുകളോ അല്ലെങ്കിൽ ഓറൽ വേർഡ്സുകളുടെ സഹായത്തോടു കൂടെ ഇൻഡിവിജ്വൽസ് മറ്റൊരു ഇൻഡിവിജ്വൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ എബൌട്ട് ദ സെൻഡർ ആൻഡ് സെൻഡേഴ്സ് ബോഡി ലാംഗ്വേജ് ഹാസ് ടു ബി ഈസിലി നോൺ ബൈ ദ അതർ പേഴ്സൺ. സെൻഡറുടെ ബോഡി ലാംഗ്വേജും അതുപോലെ സെൻഡറെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസും വ്യക്തികൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഓറൽ മീഡിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് മീഡിയ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മീഡിയയിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ ബൈ യൂസിങ് ഓഫ് ഇൻ്റർനെറ്റ് ആൻഡ് കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി. ഇൻ്റർനെറ്റിൻ്റെയോ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജിയുടെയോ സഹായത്തോടു കൂടെ നടപ്പിലാക്കുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് ഇലക്ട്രോണിക് മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിലേതൊക്കെ വരുന്നുണ്ട്? വെബ്കാസ്റ്റുകൾ, വെബിനാർസ്, വെബ് കോൺഫറൻസിങ്, SMS ഓർ ഷോർട്ട് മെസ്സേജിങ് സർവീസസ്, ടെലഫോൺസ്, കോൾ സെൻറ്ററുകൾ. ഇത്രയാണ് പ്രധാനപ്പെട്ടുള്ള ഇലക്ട്രോണിക് മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയാനുള്ളത്. എന്താണ് പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. ദ ഡ്രീം ഓഫ് പേപ്പർലെസ് ബിസിനസ് ഹാസ് നോട്ട് റിയലി ഹാപ്പൻഡ്. ഡെവലപ്മെൻറ്റ്സ് ഇൻ IT were suggested as leading to a significant reduction in the use of paper. In reality, paper-based methods of communication are still seen as being very important. അതായത് പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ ഡ്രീം ഓഫ് പേപ്പർലെസ് ബിസിനസ് ഹാസ് നോട്ട് റിയലി ഹാപ്പൻഡ്. പേപ്പറുകളില്ലാത്ത ലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഡെവലപ്മെൻറ്റ്സ് ഇൻ IT വേർ സജസ്റ്റഡ് ആസ് ലീഡിങ് ടു സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ ഇൻ ദ യൂസ് ഓഫ് പേപ്പർ. ITയും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ വന്നിട്ടുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത ടെക്നോളജിയുടെയും ഭാഗമായിട്ട് റിഡക്ഷൻ ഇൻ ദ യൂസ് ഓഫ് പേപ്പർ, പേപ്പറിൻ്റെ ഉപയോഗത്തിൽ റിഡക്ഷൻ വന്നിട്ടുണ്ടെങ്കിലും റിയാലിറ്റി പേപ്പർ ബേസ്ഡ് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആർ സ്റ്റിൽ ആസ് ബീയിങ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നിരുന്നാലും പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷന് ഇപ്പോഴും പ്രാധാന്യമുണ്ട്. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന രീതിയാണ് പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.
ഇപ്പോൾ കമ്പ്യൂട്ടർ അധിഷ്ഠിത ടെക്നോളജികളായിട്ടുള്ള ഇമെയിൽ, ഫാക്സ്, വെബ് കോൺഫറൻസിങ്, വെബ് കാസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻസിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ 3 തരത്തിലാണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഒന്ന് ഓറൽ മീഡിയയിൽ കൂടെ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആയ കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഇലക്ട്രോണിക് മീഡിയയുടെ സഹായത്തോടുകൂടെ. ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ടെലഫോൺസുകൾ, ഫാക്സ്, ഇമെയിൽ, വെബിനാർസ്, വെബ് കോൺഫറൻസിംഗ് ഒക്കെ ആകാം. പിന്നെ അതുകൂടാതെയാണ് ഈ പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. IT ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും യൂസ് ഓഫ് റിഡക്ഷൻ ഓഫ് പേപ്പർ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷന് വളരെയധികം പ്രാധാന്യം ടുഡേയ്സിൽ ഉണ്ട്. ഇൻ റിയാലിറ്റി പേപ്പർ ബേസ്ഡ് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആർ സ്റ്റിൽ സീൻ ആസ് ബീയിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഫോർമൽ ലെറ്റേഴ്സ്. Formal letters to customers, shareholders, suppliers and employees are still widely used for communication. They allow the sender to think carefully about the communication, to get the message across clearly and without interruption, and provide physical evidence of the communication. Such letters may be used to communicate updates about the business, changes that may be occurring, respond to complaints, aid in the recruitment process and so on. ഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമൽ ലെറ്റേഴ്സ് ടു കസ്റ്റമേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, സപ്ലയേഴ്സ് ആൻഡ് എംപ്ലോയീസ്. കസ്റ്റമേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും സപ്ലയേഴ്സിനും എംപ്ലോയീസിനും പ്രൊവൈഡ് ചെയ്യുന്ന ഫോർമൽ ലെറ്റേഴ്സ് ആർ സ്റ്റിൽ വൈഡ്ലി യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ്. ദേ അലൗ ദ സെൻഡർ ടു തിങ്ക് കെയർഫുള്ളി അബൌട്ട് ദ കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അല്ലെങ്കിൽ കെയർഫുള്ളായിട്ട് തിങ്ക് ചെയ്യാൻ സെൻഡറെ അലൗ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടു ഗെറ്റ് ദ മെസ്സേജ് അക്രോസ് ക്ലിയർലി ആൻഡ് വിത്തൗട്ട് ഇൻറ്ററപ്ഷൻ, തടസ്സങ്ങളില്ലാതെ മെസ്സേജ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നതിനും, ആൻഡ് പ്രൊവൈഡ് ഫിസിക്കൽ എവിഡൻസ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ. ലെറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞാൽ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ഫിസിക്കൽ എവിഡൻസ് ഓഫ് ദ കമ്മ്യൂണിക്കേഷന് ഫിസിക്കൽ എവിഡൻസ് അല്ലെങ്കിൽ ആധികാരികത പ്രൊവൈഡ് ചെയ്യുന്നു എന്നതാണ് ലെറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ദേ അലൗ ദ സെൻഡർ ടു തിങ്ക് കെയർഫുള്ളി അബൌട്ട് ദ കമ്മ്യൂണിക്കേഷനെ പറ്റി കെയർഫുള്ളായിട്ട് തിങ്ക് ചെയ്യാൻ സെൻഡറെ അലൗ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടു ഗെറ്റ് ദ മെസ്സേജ് അക്രോസ് ക്ലിയർലി ആൻഡ് വിത്തൗട്ട് ഇൻറ്ററപ്ഷൻ, ക്ലിയർ ആയിട്ട് മെസ്സേജുകൾ ലഭിക്കുന്നതിനും അതുപോലെ തന്നെ ഇൻറ്ററപ്ഷൻസ്, തടസ്സങ്ങൾ കൂടാതെ മെസ്സേജ് കൃത്യമായി മനസ്സിലാക്കുന്നതിനും, അതേപോലെ തന്നെ ഫിസിക്കൽ എവിഡൻസ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫിസിക്കൽ എവിഡൻസ് കൂടിയാണ് ഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. സച്ച് ലെറ്റേഴ്സ് മേ ബി യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് അപ്ഡേറ്റ്സ് അബൌട്ട് ദ ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റഡ് വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, ചേഞ്ചസ് ദാറ്റ് മേ ബി ഒക്കറിങ്, പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ വരുന്ന ചേഞ്ചസ് പ്രൊവൈഡ് ചെയ്യാനും, റെസ്പോണ്ട് ടു കംപ്ലൈൻറ്റുകൾക്ക് റെസ്പോണ്ടുകൾ പ്രൊവൈഡ് ചെയ്യാനും, അതേപോലെ തന്നെ എയ്ഡ് ഇൻ ദ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ആൻഡ് സോ ഓൺ, റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ സഹായകരമായിട്ടും ലെറ്ററുകൾ മാറുന്നുണ്ട്. അപ്പോൾ ലെറ്ററുകൾ എന്ന് പറഞ്ഞാൽ ഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആകാം? കസ്റ്റമേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സിന്, സപ്ലയേഴ്സിന്, എംപ്ലോയീസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഫോർമൽ ലെറ്റേഴ്സ് അതിപ്പോഴും കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് എ സെൻഡർ ടു തിങ്ക് കെയർഫുള്ളി അബൌട്ട് ദ കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ച് കെയർഫുള്ളായിട്ട് തിങ്ക് ചെയ്യാൻ സെൻഡറെ അലൗ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടു ഗെറ്റ് ദ മെസ്സേജ് അക്രോസ് ക്ലിയർലി ആൻഡ് വിത്തൗട്ട് ഇൻറ്ററപ്ഷൻ, മെസ്സേജ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും ഇൻറ്ററപ്ഷൻ ഇല്ലാതെ ക്ലിയർ ആയിട്ട് ലഭിക്കുന്നതിനും, ആൻഡ് പ്രൊവൈഡ് ഫിസിക്കൽ എവിഡൻസ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ്റെ ഫിസിക്കൽ എവിഡൻസ് കൂടിയാണ് ലെറ്റർ എന്ന് പറയുന്നത്. സച്ച് ലെറ്റേഴ്സ് മേ ബി യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് അപ്ഡേറ്റ്സ് അബൌട്ട് ദ ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ചേഞ്ചസ് ദാറ്റ് മേ ബി ഒക്കറിങ്, ബിസിനസ്സിൽ സംഭവിക്കുന്ന ചേഞ്ചസ് കാണിക്കുന്നതിനും, അതുപോലെ തന്നെ റെസ്പോണ്ട് ടു കംപ്ലൈൻറ്റുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതിനും, ആൻഡ് എയ്ഡ് ഇൻ ദ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ആൻഡ് സോ ഓൺ, റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ സഹായകരമായിട്ട് മാറുന്നുണ്ട്. രണ്ടാമത്തെയാണ് മെമ്മോസ് ആൻഡ് സ്ക്രിപ്ഡ് നോട്ട്സ്. ദീസ് മേ ബി ഇൻഫോർമൽ, especially the script notes are and only used in certain circumstances. For example, someone on a telephone call to a customer or supplier may want a piece of information urgently and scribbles the query to a colleague for immediate response. Such a method would not be appropriate for communication between a business and its shareholders, customers or the local community. Memos have been tended to decline in popularity with the use of email. അതായത് മെമ്മോസ് ആൻഡ് സ്ക്രിപ്റ്റ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ദീസ് മേ ബി ഇൻഫോർമൽ, അത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ല, ഇൻഫോർമൽ ആകാം. എസ്പെഷ്യലി ദ സ്ക്രിപ്റ്റ് നോട്ട്സ് ആൻഡ് ഓൺലി യൂസ്ഡ് ഇൻ സർട്ടൻ സർക്കംസ്റ്റാൻസസ്. സ്ക്രിപ്റ്റ് നോട്ട്സ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് സംവൺ ഓൺ എ ടെലഫോൺ കോൾ ടു എ കസ്റ്റമർ ഓർ സപ്ലയർ, ഒരു ടെലഫോൺ കോളിൽ കൂടെ ഒരു കസ്റ്റമറിനോടോ സപ്ലയറിനോടോ
may want a piece of information urgently and scribbles the query to a colleague for immediate response. ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ അർജൻറ്റായിട്ട് ആവശ്യപ്പെടുകയാണെങ്കിലോ അതുപോലെ തന്നെ അതിനെക്കുറിച്ചിട്ട് അന്വേഷണം ആരായുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആരായുകയോ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് സ്ക്രിബിൾസ് എന്നുള്ളത് ഉപയോഗിക്കാറുണ്ട്. സച്ച് എ മെത്തേഡ് വുഡ് നോട്ട് ബി അപ്രോപ്രിയേറ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ് ഓർ ലോക്കൽ കമ്മ്യൂണിറ്റി. ബിസിനസ്സിന് അതിൻ്റെ ലോക്കൽ കമ്മ്യൂണിറ്റിയോടോ കസ്റ്റമേഴ്സിനോടോ ഷെയർ ഹോൾഡേഴ്സിനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാവുന്ന ഒന്നല്ല. പർട്ടിക്കുലർ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആവശ്യമുള്ള ഇൻഫർമേഷൻസിന് മാത്രമാണ് സ്ക്രിബിൾഡ് നോട്ട്സുകൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാറ്. സംവൺ ഓൺ എ ടെലിഫോൺ കോൾ, ഒരു ടെലിഫോൺ കോളിലൂടെ ടു എ കസ്റ്റമർ ഓർ സപ്ലയർ, ഒരു കസ്റ്റമറിനോടോ സപ്ലയറിനോടോ എ പീസ് ഓഫ് ഇൻഫർമേഷൻ, അർജൻ്റ് ആയിട്ടുള്ള ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ആൻഡ് സ്ക്രിബിൾസ് ദ കൊറി ടു എ കൊളീഗ് ഫോർ ഇമ്മീഡിയറ്റ് റെസ്പോൺസ്, ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആവശ്യമുള്ള ഒരു ഇൻഫർമേഷൻ ആവശ്യപ്പെടുകയാണെങ്കിൽ സച്ച് എ മെത്തേഡ് വുഡ് നോട്ട് ബി, അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കാണ് ഈ സ്ക്രിബിൾഡ് നോട്ട്സ് ഉപയോഗിക്കുക. സംവൺ ഓൺ എ ടെലഫോൺ കോൾ ടു എ കസ്റ്റമർ ഓർ സപ്ലയർ, ഒരു കസ്റ്റമറിനോടോ സപ്ലയറിനോടോ മേ വാണ്ട് എ പീസ് ഓഫ് ഇൻഫർമേഷൻ അർജൻ്റലി, ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ അർജൻ്റലി ആവശ്യപ്പെടുകയാണെങ്കിലോ ആൻഡ് സ്ക്രിബിൾസ് ദ കൊറി ടു എ കൊളീഗ് ഫോർ ഇമ്മീഡിയറ്റ് റെസ്പോൺസ്, ഇമ്മീഡിയറ്റ് റെസ്പോൺസിന് വേണ്ടി ഒരു സ്ക്രിബിൾസ് ദ കൊറി ടു എ കൊളീഗ്, ഒരു കൊളീഗിനോട് ആവശ്യപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ സച്ച് എ മെത്തേഡ് വുഡ് നോട്ട് ബി അപ്രോപ്രിയേറ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ് ഓർ ദ ലോക്കൽ കമ്മ്യൂണിറ്റി. ബിസിനസ്സിന് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനോടോ കസ്റ്റമേഴ്സിനോടോ ലോക്കൽ കമ്മ്യൂണിറ്റിയോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ മെത്തേഡ് എന്നുള്ളത് അപ്രോപ്രിയേറ്റ് അല്ല. മെമ്മോസ് ഹാവ് ബീൻ ടെൻഡർ ടു ഡിക്ലൈൻ ഇൻ പോപ്പുലാരിറ്റി വിത്ത് ദ യൂസ് ഓഫ് ഇമെയിൽ. ഇമെയിൽ വന്നതോടുകൂടി മെമ്മോസ് എന്നതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് എന്ത് ചെയ്യപ്പെട്ടു, കുറയുകയാണ് ചെയ്തത്. അർജൻറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് ഈ മെമ്മോസും സ്ക്രിബിൾഡ് നോട്ട്സും ഉപയോഗിക്കുന്നത്. അടുത്തത് റിപ്പോർട്ട്സ്. Reports are formal documents that may be used to summarize an investigation into a particular aspects of the business. For example, on why a process failed or the prospects for a new product in the market. Annual reports have to be published by public limited companies by law. They provide shareholders and potential investors with information about the financial performance of the business and its future prospects. റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട്സ് ആർ ഫോർമൽ ഡോക്യുമെൻറ്റ്സ്, റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഫോർമൽ ഡോക്യുമെൻ്റ് ആണ്. ദാറ്റ് മേ ബി യൂസ്ഡ് ടു സമ്മറൈസ് ആൻ ഇൻവെസ്റ്റിഗേഷൻ, ഒരു ഇൻവെസ്റ്റിഗേഷനെ സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇൻ ടു എ പാർട്ടിക്കുലർ ആസ്പെക്ട് ഓഫ് ദ ബിസിനസ്, ബിസിനസ്സിൻ്റെ ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റിലേക്ക് ഒരു ഇൻവെസ്റ്റിഗേഷനെ സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി റിപ്പോർട്ട്സുകൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഓൺ വൈ എ പ്രോസസ് ഫെയിൽഡ് ഓർ പ്രോസ്പെക്ട്സ് ഫോർ എ ന്യൂ പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്, എന്തുകൊണ്ടാണ് ഒരു പ്രോസസ്സ് ഫെയിലായത് എന്നുള്ളതോ അതല്ലെങ്കിൽ ഓർ ദ പ്രോസ്പെക്ട്സ് ഫോർ എ ന്യൂ പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്, മാർക്കറ്റിൽ ഒരു പുതിയ പ്രൊഡക്റ്റിൻ്റെ പ്രോസ്പെക്റ്റുകൾ ഇഷ്യൂ ചെയ്യാനോ ഒക്കെയാണ് സാധാരണ ചെയ്യാറ്. ആനുവൽ റിപ്പോർട്ട്സ് ഹാവ് ടു ബി പബ്ലിഷ്ഡ് ബൈ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ബൈ ലോ. നിയമപ്രകാരം പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ നിർബന്ധമായിട്ടും ആനുവൽ റിപ്പോർട്ടുകൾ എന്ത് ചെയ്യണം, പബ്ലിഷ് ചെയ്യണം. ആനുവൽ റിപ്പോർട്ട്സ് ഹാവ് ടു ബി പബ്ലിഷ്ഡ് ബൈ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ബൈ ലോ. നിയമാനുസൃതമായിട്ട് പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ആനുവൽ റിപ്പോർട്ട്സുകൾ പബ്ലിഷ് ചെയ്യണം എന്നുള്ളത് ഒരു റൂളാണ്. ദേ പ്രൊവൈഡ് ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിന് അവരെന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, ദേ പ്രൊവൈഡ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് വിത്ത് ഇൻഫർമേഷൻ അബൌട്ട് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ കുറിച്ചിട്ടുള്ള പൊട്ടൻഷ്യൽ ഇൻഫർമേഷൻ. ദേ പ്രൊവൈഡ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിനും പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിനും ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു മാർഗ്ഗമാണ് ഈ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. ദേ പ്രൊവൈഡ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിനും പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിനും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് ദ പെർഫോമൻസ് ഓഫ് ദ ബിസിനസ്, ബിസിനസ്സിൻ്റെ പെർഫോമൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ പെർഫോമൻസിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗ്ഗമാണ് റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സിനും പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിനും വിത്ത് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്, അതുപോലെ തന്നെ അതിൻ്റെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സുകളെ കുറിച്ചിട്ടും ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ റിപ്പോർട്ടുകൾ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ പറയുന്നത് മിനുട്ട്സ്. മിനുട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, Many businesses will record what happens in minutes through meetings through written minutes. These documents record the main points of a meeting and the actions to be taken as a result and by whom. Where presentations are given possibly to customers, employees or shareholders, or
where a business might be communicating its plans with the local community. Handouts are provided to help those attending to have a record of the main points of the presentation and for reference after the session has finished. മിനിറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മെനി ബിസിനസ്സസ് വിൽ റെക്കോർഡ് വാട്ട് ഹാപ്പൻസ് ഇൻ മീറ്റിംഗ്സ് ത്രൂ റിട്ടൺ മിനിറ്റ്സ്. മീറ്റിങ്ങിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് മിനിറ്റുകൾ എന്ന് പറയുന്നത്, റിട്ടൺ മിനിറ്റ്സുകൾ എന്ന് പറയുന്നത്. ദീസ് ഡോക്യുമെൻറ്റ്സ് റെക്കോർഡ് ദ മെയിൻ പോയിൻറ്റ്സ് ഓഫ് എ മീറ്റിംഗ്. മീറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് മിനിറ്റുകൾ റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് ദ ആക്ഷൻസ് ടു ബി ടേക്കൻ ആസ് എ റിസൾട്ട് ആൻഡ് ബൈ ഹൂം. എന്ത് റിസൾട്ടിനനുസരിച്ച് എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ളതും അതുപോലെ തന്നെ ആരെടുക്കണം എന്നുള്ളതും തീരുമാനിക്കുന്നത് മിനിറ്റ്സ് ആണ്. വേർ പ്രസൻറ്റേഷൻസ് ആർ ഗിവൻ പോസിബിളി ടു കസ്റ്റമേഴ്സ്, എംപ്ലോയീസ് ഓർ ഷെയർ ഹോൾഡേഴ്സ്. കസ്റ്റമേഴ്സിനും എംപ്ലോയീസിനും ഷെയർ ഹോൾഡേഴ്സിനും പ്രസൻറ്റേഷൻസ് നൽകുന്ന സമയത്ത്, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത്, വേറെ ബിസിനസ് മൈറ്റ് ബി കമ്മ്യൂണിക്കേറ്റിംഗ് ഇറ്റ്സ് പ്ലാൻസ് വിത്ത് ദ ലോക്കൽ കമ്മ്യൂണിറ്റി. ഹാൻഡ് ഔട്ട്സ് ആർ പ്രൊവൈഡഡ് ടു ഹെൽപ്പ് ദോസ് അറ്റൻഡിംഗ് ടു ഹാവ് എ റെക്കോർഡ് ഓഫ് മെയിൻ പോയിന്റ്സ് ഓഫ് ദ പ്രസൻറ്റേഷൻ ആൻഡ് ഫോർ റെഫറൻസ് ആഫ്റ്റർ ദ സെഷൻ ഹാസ് ഫിനിഷ്ഡ്. സെഷൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മിനിറ്റ്സ് എന്നുള്ളത് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ മിനിറ്റ്സ് ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിലെ മീറ്റിങ്ങിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള എല്ലാ മാറ്റേഴ്സിൻ്റെയും റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേറ്റീവ് ബുക്സ് ആണ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആണ് മിനിറ്റ് ബുക്സ് എന്ന് പറയുന്നത്. ഈ ഡോക്യുമെൻറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ മെയിൻ പോയിന്റ്സ് ഓഫ് ദ മീറ്റിങ്ങിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിനിറ്റ് ബുക്സുകൾ ഉപയോഗിക്കുന്നത്. ആൻഡ് ദ ആക്ഷൻസ് ടു ബി ടേക്കൻ ആസ് എ റിസൾട്ട് ആൻഡ് ബൈ ഹൂം. ആക്ഷൻസുകൾ റെക്കോർഡ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മറ്റും ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. വേർ പ്രസൻറ്റേഷൻസ് ആർ ഗിവൻ പോസിബിളി ടു കസ്റ്റമേഴ്സിന് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസ് ഓർ ഷെയർ ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സിനും എംപ്ലോയീസിനും ഷെയർ ഹോൾഡേഴ്സിനും പ്രസൻറ്റേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ബിസിനസ് മൈറ്റ് ബി കമ്മ്യൂണിക്കേറ്റിംഗ് ഇറ്റ്സ് പ്ലാൻസ് വിത്ത് ദ ലോക്കൽ കമ്മ്യൂണിറ്റിയോടും അതിൻ്റെ പ്ലാൻസുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. Handouts are provided to help those attending to have a record of main points of the presentation. മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് അതിൻ്റെ ഹാൻഡ് ഔട്ടുകൾ പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ഫോർ റെഫറൻസ് ആഫ്റ്റർ ദ സെഷൻ ഹാസ് ഫിനിഷ്ഡ്. സെഷൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെഫറൻസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി മറ്റൊന്നാണ് കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം. അതിൽ ആദ്യത്തെ പറയുന്നത് ഇൻവെസ്റ്റർ ഓർ ഷെയർ ഹോൾഡർ കമ്മ്യൂണിക്കേഷൻ. Companies which publicly trade shares on a stock exchange want to communicate with current and potential financial stakeholders, namely retail investors, institutional investors and financial analysts. അതുപോലെ തന്നെ കമ്പനീസ് വിച്ച് പബ്ലിക്കലി ട്രേഡ് ഷെയർസ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഷെയറുകൾ ട്രേഡ് ചെയ്യുന്ന കമ്പനികൾക്ക് നിർബന്ധമായിട്ടും കറൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഫിനാൻഷ്യൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. പ്രധാനമായിട്ട് അവർ ആരൊക്കെയാണ്? റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അനലിസ്റ്റുകൾ. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെയും ഫിനാൻഷ്യൽ അനലിസ്റ്റുകളെയും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അത് എന്തുകൊണ്ടാണെന്ന് ദ റോൾ ഓഫ് സച്ച് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആ കമ്മ്യൂണിക്കേഷൻ്റെ റോൾ എന്ന് പറയുന്നത് ഈസ് ടു ഫുൾഫിൽ 3 പ്രിൻസിപ്പൽ ഫങ്ഷൻസ്. ആദ്യം പറയുന്നത് കംപ്ലൈ വിത്ത് റെഗുലേഷൻസ്, അതായത് കമ്പനിയുടെ നിയമങ്ങളിൽ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അതിനറിയാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ക്രിയേറ്റ് എ ഫേവറബിൾ റിലേഷൻഷിപ്പ് വിത്ത് കീ ഫിനാൻഷ്യൽ ഓഡിയൻസ്, അതുപോലെ തന്നെ ഫേവറബിൾ റിലേഷൻഷിപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കോൺട്രിബ്യൂട്ട് ടു ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ കമ്പനീസ് ഇമേജ് ആൻഡ് റെപ്യൂട്ടേഷൻ, കമ്പനിയുടെ ഗുഡ് വിൽ, ഇമേജ്, റെപ്യൂട്ടേഷൻ എന്നിവ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് നിർബന്ധമായിട്ടും ഫിനാൻഷ്യൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനോടും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനോടും ഫിനാൻഷ്യൽ അനലിസ്റ്റുകളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ്, എംപ്ലോയി കമ്മ്യൂണിക്കേഷൻ. Many companies create communication media through which senior managers can communicate among themselves and with the rest of the organization. These communication channels includes intranet sites, webinars, staff notices, newsletters, posters, road shows and conferences. എംപ്ലോയി കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെനി കമ്പനീസ് ക്രിയേറ്റ് കമ്മ്യൂണിക്കേഷൻ മീഡിയ ത്രൂ വിച്ച് സീനിയർ മാനേജേഴ്സ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് എമംഗ് ദംസെൽസ് ആൻഡ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻസ്. അതായത് കമ്പനികൾക്ക് അവരുടെ എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മീഡിയാസ് ക്രിയേറ്റ് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ. അതായത് എംപ്ലോയീസുമായിട്ട് ഡേ ടു ഡേ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനും കമ്പനിക്ക് എംപ്ലോയീസും റെസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷനും മാനേജ്മെൻറ്റ് മാത്രമല്ല റെസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻസുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, സീനിയർ മാനേജേഴ്സിന് റെസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം രൂപീകരിക്കണം. ഈ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഇൻട്രാനെറ്റ് സൈറ്റുകൾ, ബിസിനസ് ടു ബിസിനസ് ഇൻട്രാനെറ്റ് സൈറ്റുകൾ, വെബിനാർസ്,
പിന്നെ അതുപോലെ തന്നെ സ്റ്റാഫ് നോട്ടീസുകൾ പ്രൊവൈഡ് ചെയ്യാം, ന്യൂസ് ലെറ്ററുകൾ പ്രൊവൈഡ് ചെയ്യാം, പോസ്റ്ററുകൾ പ്രൊവൈഡ് ചെയ്യാം, റോഡ് ഷോസ് ആൻഡ് കോൺഫറൻസസ്. അടുത്തതാണ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എ കമ്പനി ക്യാൻ യൂസ് എ റേഞ്ച് ഓഫ് മീഡിയ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. These include face-to-face meetings and events as well as sharing marketing materials such as brochures, case studies and newsletters. They can also conduct program of communications to share information with the media and ensure timely, accurate information about organization achievements, performance and successes on websites and social media channels. കമ്പനിയുടെ പുറത്തുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കമ്പനിക്ക് സാധിക്കണം. ദീസ് ഇൻക്ലൂഡ് ഫേസ് ടു ഫേസ് മീറ്റിംഗ്സുകളും അതുപോലെ തന്നെ ഇവൻറ്റ്സുകൾ കണ്ടക്ട് ചെയ്യാം, മുഖാമുഖമുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാം, ആസ് വെൽ ആസ് ഷെയറിംഗ് മാർക്കറ്റിംഗ് മെറ്റീരിയൽസ്, കമ്പനിയുടെ മാർക്കറ്റിംഗ് മെറ്റീരിയലായിട്ടുള്ള ബ്രോഷറുകൾ, കേസ് സ്റ്റഡികൾ, ന്യൂസ് ലെറ്ററുകൾ എന്നിവ ഷെയർ ചെയ്യാം. ദേ ക്യാൻ ആൾസോ കണ്ടക്ട് പ്രോഗ്രാം ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ടു ഷെയർ ഇൻഫർമേഷൻ വിത്ത് ദ മീഡിയയുമായിട്ട് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാം. ആൻഡ് എൻഷുർ ടൈംലി ആക്യുറേറ്റ് ഇൻഫർമേഷൻ എബൌട്ട് ദ ഓർഗനൈസേഷൻ അച്ചീവ്മെൻറ്റ്, ഓർഗനൈസേഷൻ്റെ നേട്ടങ്ങളെക്കുറിച്ചുള്ള ടൈംലി ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. പെർഫോമൻസ് ആൻഡ് സക്സസസ് ഓൺ വെബ്സൈറ്റ്, അവരുടെ പെർഫോമൻസുകളും അതിൻ്റെ സക്സസ്സുകളും വെബ്സൈറ്റുകളിൽ ഇൻവോൾവ് ചെയ്യിക്കുക. ആൻഡ് സോഷ്യൽ മീഡിയ ചാനൽസുകളായിട്ടുള്ള ഫേസ്ബുക്ക് ഇതുപോലുള്ള ചാനലുകളിലും അവർക്ക് യൂട്ടിലൈസ് ചെയ്യാം. എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടും അവർക്ക് കമ്മ്യൂണിക്കേഷൻ നടപ്പിലാക്കാം. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് വരുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് അല്ലെങ്കിൽ കോർപ്പറേഷനുകൾക്ക് അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സംവിധാനത്തിനെയാണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഐഡിയാസോ ഗ്രൂപ്പ്സ് ഓഫ് റിലേഷൻഷിപ്പുകളോ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഏതൊക്കെ രീതിയിലാകാം? ഓറൽ മീഡിയ അല്ലെങ്കിൽ വോയിസ് യൂസിങ് ഓറൽ വേർഡ്സ് ഓർ സ്പോക്കൺ വേർഡ്സ് മുഖാന്തരാകാം. അതുപോലെ തന്നെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ മുഖാന്തരാകാം. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക് മീഡിയ എന്ന് പറഞ്ഞാൽ ബൈ യൂസിങ് കമ്പ്യൂട്ടർ ഓർ അതർ ടെക്നോളജീസ്, ഇൻ്റർനെറ്റ് ടെക്നോളജീസ്. അതെങ്ങനെയാകാം? വെബിനാർസുകൾ, വെബ് കോൺഫറൻസിങ്, വെബ് കാസ്റ്റുകൾ. ഓറൽ കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെയാണ് വെബിനാറുകൾ, വെബ് കാസ്റ്റ്, വെബ് കോൺഫറൻസിങ്ങൾ. പിന്നെ അതുപോലെ തന്നെ കോൾ സെൻറ്ററുകൾ, ഷോർട്ട് മെസ്സേജിങ് സർവീസസ്, ടെലഫോൺസ്, അങ്ങനെയുള്ള ഇലക്ട്രോണിക് മീഡിയാസ് ഉപയോഗിച്ചതാകാം. അതുപോലെ തന്നെ പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ ഓൾഡ് മെത്തേഡാണ് പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഫോർമൽ ലെറ്ററുകൾ ഉപയോഗിച്ച്, മെമ്മോസും സ്ക്രിബിൾഡ് നോട്ട്സുകൾ ഉപയോഗിച്ചിട്ട്, റിപ്പോർട്ടുകൾ ഉപയോഗിച്ചിട്ട്, മിനിറ്റ്സുകൾ ഉപയോഗിച്ചിട്ട്. മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ മീറ്റിങ്ങിൽ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്തിട്ടുള്ള ബുക്സിനെയാണ് മിനിറ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഈ മിനിറ്റ് ബുക്സിൻ്റെ കോപ്പി ഹാൻഡ് ഔട്ട് ആയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ്? ഇൻവെസ്റ്റേഴ്സും ഷെയർ ഹോൾഡറും ആയിട്ടുള്ള ഇൻവെസ്റ്റർ ഓർ ഷെയർ ഹോൾഡർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എംപ്ലോയി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനുള്ള കമ്മ്യൂണിക്കേഷൻസ് ബൈ ബ്രോഷേഴ്സ്, മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് സെൻഡിങ്, വെബ്സൈറ്റുകൾ വഴിയാകാം, ഫേസ്ബുക്ക് അതുപോലുള്ള സോഷ്യൽ മീഡിയ ചാനലുകൾ വഴിയാകാം. പിന്നെ എംപ്ലോയി കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയാകാം? എംപ്ലോയീസുമായിട്ട് ഇൻട്രാനെറ്റ് എന്നുള്ള സംവിധാനത്തിലൂടെ കമ്മ്യൂണിക്കേഷൻ നടപ്പിലാക്കാം. പിന്നെ അതുപോലെ തന്നെ മെമ്മോസും പബ്ലിക്കേഷൻസും പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഇൻവെസ്റ്റർ ഓർ ഷെയർ ഹോൾഡർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാകാം? ഇൻവെസ്റ്റർ ഓർ ഷെയർ ഹോൾഡർ കമ്മ്യൂണിക്കേഷൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ഫേവറബിൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻവെസ്റ്റർ ഓർ ഷെയർ ഹോൾഡറും ഇൻവെസ്റ്ററുമായിട്ട് ഫേവറബിൾ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കോൺട്രിബ്യൂട്ട് കമ്പനീസ് മാനേജ്മെൻറ്റ് ആൻഡ് ഇമേജ് ആൻഡ് റെപ്യൂട്ടേഷൻ, കമ്പനിയുടെ ഇമേജും റെപ്യൂട്ടേഷനും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കംപ്ലൈ വിത്ത് റെഗുലേഷൻസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മെക്കാനിസംസ് എന്നുള്ളത് നടപ്പിലാക്കുന്നത്. ഇത്രയാണ് നമ്മളുടെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 വീഡിയോ ആയിട്ടാണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഓറൽ മീഡിയയും ഇലക്ട്രോണിക് മീഡിയയാണ് പറഞ്ഞത്. ഇതിൽ നമ്മൾ പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷനും കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.